നമുക്ക് തോന്നിയതുപോലെ ബാങ്കിൽ കയറി ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. സെബി പുതിയൊരു അനൗൺസ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടറിന്റെ വില 6 രൂപ കൂടിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ മാസം 15-ന് മുമ്പ് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 7 ലക്ഷം രൂപ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. UPI പേയ്മെന്റിലും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞ് ഈ വർഷത്തിന്റെ 3-ാമത്തെ മാസത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ മാർച്ച് മാസത്തിൽ കുറെ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട്. ആ അപ്ഡേഷനുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ അപ്ഡേഷനുകളിലൂടെ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ് വാലയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെബീസ് ന്യൂ റൂൾ ഫ്രം മാർച്ച് മുതൽ, അതായത് ഈ മാസം മുതൽ സെബി പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിൽ ഒരുപാട് പേരുടെ കയ്യിൽ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടോ അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടോ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു നോമിനിയുടെ പേര് കൊടുക്കാറുണ്ട്. ഏതെങ്കിലും ഒരു നോമിനിയുടെ പേര്. ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത ആ നോമിനിക്ക് നമ്മൾ നിക്ഷേപിച്ച ആ ഒരു തുക അതിൽ നിന്നും അധികമായി ലഭിക്കുന്നു. അങ്ങനെയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം, നിങ്ങൾക്ക് ഒരാളെ മാത്രമല്ല നോമിനിയായി വെക്കാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് 10 പേരെ വരെ നോമിനിയായി വെക്കാൻ സാധിക്കും. ഇത് എങ്ങനെയാണെന്നല്ലേ? നിങ്ങൾ അവരുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ കൊടുത്ത് അവരെ നിങ്ങളുടെ നോമിനിയായി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം രൂപയാണ് ഉള്ളതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപ നിങ്ങളുടെ ഒരു മകളുടെ പേരിലും 2 ലക്ഷം രൂപ നിങ്ങളുടെ ഒരു മകന്റെ പേരിലും ബാക്കി 2 ലക്ഷം രൂപ നിങ്ങളുടെ വൈഫിന്റെ പേരിലും ബാക്കി കുറച്ച് പണം നിങ്ങളുടെ അച്ഛന്റെയും ബാക്കി കുറച്ച് പണം അമ്മയുടെ പേരിലും, അങ്ങനെ നിങ്ങളുടെ പണം നിങ്ങൾക്ക് ആർക്കൊക്കെ നൽകണമോ അവരുടെ പേരിൽ സ്പ്ലിറ്റ് ചെയ്ത് ഇടാവുന്നതാണ്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ 10 പേരെ നിങ്ങൾ നോമിനിയാക്കി അവർക്ക് എത്ര രൂപയാണ് നൽകേണ്ടതെന്ന് നിങ്ങൾക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് അവരെ സുരക്ഷിതമാക്കാനും കഴിയുന്നു. ഒരുപക്ഷെ നിങ്ങൾ നോമിനിയുടെ പേര് നൽകാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ പണം നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്താൻ വളരെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ഈ നോമിനിയെ കറക്റ്റായി ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഇതിനു മുന്നേ വരെ ഒരാളെ മാത്രമാണ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 10 ആളുകളെ നിങ്ങളുടെ നോമിനിയായി ചൂസ് ചെയ്യുകയും അവരെ സുരക്ഷിതരാക്കി മാറ്റാനും സാധിക്കുന്നു. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് UPI പേയ്മെന്റ് റൂൾ. ഈ മാർച്ച് 1 മുതൽ UPIയിലൂടെ നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുന്നു. എങ്ങനെയെന്നല്ലേ? ബീമ ASBA ഫെസിലിറ്റിയിലൂടെ. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 10,000 രൂപയാണ് ഇൻഷുറൻസ് പ്രീമിയമായി അടയ്ക്കാൻ വെച്ചിരിക്കുന്നതെന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് UPIയിൽ ആ ഒരു 10,000 സെപ്പറേറ്റ് മാറ്റി വെക്കുകയാണ്. അതായത് അതിനെ ഒരു ബ്ലോക്ക്ഡ് എമൗണ്ട് ആക്കി എടുത്തു വെക്കുന്നു. ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ അത് ബ്ലോക്ക്ഡ് എമൗണ്ട് ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ആ മാസത്തിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി ആ ഒരു തുകയിൽ നിന്ന് നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം ഓട്ടോമാറ്റിക്കലി എടുക്കുകയാണ്. അതായത് നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ പ്രീമിയം എല്ലാം, അതായത് നിങ്ങൾ ആ ഒരു ഇൻഷുറൻസിന് എലിജിബിൾ ആണെന്ന് ഒരു അപ്രൂവൽ നൽകുകയാണെങ്കിൽ, നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 10,000 റുപ്പീസ് നിങ്ങൾ ഏത് ഇൻഷുറൻസ് കമ്പനിയിലാണോ നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുള്ളത് ആ കമ്പനിയിലേക്ക് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആകുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി റിജക്ട് ആവുകയാണെങ്കിൽ, നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു 10,000 റുപ്പീസ് അപ്പോൾ തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. മൂന്നാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് UAN ആക്ടിവേഷൻ ഫോർ ഇൻഷുറൻസ് ബെനിഫിറ്റ് റിലേറ്റഡ് ടു EPF. അതായത് നിങ്ങളൊരു EPF അക്കൗണ്ട് വെച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കായിട്ട് 7 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ UAN നമ്പർ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ടുള്ള അവസാന ദിവസം ഈ മാസം 15-ാം തീയതിയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ ഒരു ഇൻഷുറൻസ് തുക ഉടനെ തന്നെ നേടിയെടുക്കുക. ഇത് നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ ഈ ഇൻഷുറൻസ് തുക എടുത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഇൻഷുറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇതിനു മുന്നേയും ഇതുപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ടേം ഇൻഷുറൻസിനെ കുറിച്ച്. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ നമ്മളുടെ കുടുംബത്തിന് എന്താകുമെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
നമ്മൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ നേരത്തെ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആ ഒരു തുക നമ്മളുടെ കുടുംബത്തിന് ലഭിക്കുകയും അവർ സുരക്ഷിതരായി ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെയും ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ EPF അക്കൗണ്ടിൽ കയറി നിങ്ങളുടെ UNA നമ്പർ ആക്ടിവേറ്റ് ചെയ്യുക. ടേം ഇൻഷുറൻസ് മാത്രമല്ല, ഹെൽത്ത് ഇൻഷുറൻസും നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കാം, പക്ഷേ നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇന്ന് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ചേരുക. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക. നമ്മൾ എല്ലാവരും പ്രൈവറ്റ് ജോലി അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കാം. ഗവൺമെന്റ് ജോലി ചെയ്യുന്നവർക്ക് ജോലിക്ക് ശേഷം അവർക്ക് പെൻഷൻ ലഭിക്കുന്നു. പക്ഷേ സാധാരണ ഓരോ മാസത്തെ വരുമാനം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒരു മാസത്തെ സാലറി ലഭിച്ചില്ലെങ്കിൽ തന്നെ നമ്മളുടെ കുടുംബത്തിന്റെ അവസ്ഥ അടുത്ത മാസം എന്താകുമെന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ നാളെ നമ്മളുടെ ആ ഒരു പ്രസൻസ് തന്നെ നമ്മൾ തന്നെ ഇല്ലാതാവുകയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ടേം ഇൻഷുറൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് സുരക്ഷിതമാക്കാൻ ഹെൽത്ത് ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യുക. നാലാമതായി വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ബാങ്ക് ഹോളിഡേയ്സ്. ഈ ഒരു മാർച്ച് മാസം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ബാങ്കിൽ ഏകദേശം 14 ഹോളിഡേയ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇത് കേട്ടപാടെ ഞാൻ അങ്ങ് ഷോക്കായി. 14 ദിവസം ജോലിയോ? ഞാൻ ഈ പണിയൊക്കെ വിട്ട് ബാങ്ക് കോച്ചിങ്ങിന് പോയാലോ എന്ന് ആലോചിക്കുക. കാരണം മാസത്തിൽ 14 ദിവസം ലീവാണെന്ന് കേട്ടപ്പോൾ ഞാൻ അങ്ങ് ഷോക്കായി. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറയാൻ കാരണം, നിങ്ങൾ ബാങ്കിൽ പോകുന്നതിന് മുമ്പ് അവിടെ ഓപ്പൺ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര വെറുതെ ആയി പോകും. അത് എങ്ങനെയാണ് 14 ദിവസം മുഴുവനായിട്ടാണോ ലീവ്, അതെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ലീവിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മാർച്ച് 7, 13, 14, 15, 22, 27, 28, 31 ഇത്ര ദിവസം ലീവാണെന്ന് കണ്ടിട്ട് നിങ്ങൾ ഷോക്ക് ആയിട്ടുണ്ടാവാം. ഇത് ഫുള്ള് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 8 ദിവസമാണ് ലീവ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തിനാണ് 14 ദിവസം ലീവ് എന്ന് പറഞ്ഞതെന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാം. സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും ഓൾറെഡി ബാങ്കിന് ലീവാണ്. അതുപോലെ തന്നെ 4 സൺഡേസും കൂടെ നോക്കുമ്പോൾ അതും ലീവാണ്. അപ്പോൾ ഈ സൺഡേയും സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും ഈ ഒരു കോമൺ ലീവ്സ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബാങ്കിന് 14 ദിവസത്തെ ലീവാണ് വരുന്നത്. ഞാൻ തുടക്കത്തിൽ കുറച്ച് ഡേറ്റ്സ് പറഞ്ഞില്ലേ, ഒരു 7 ദിവസത്തെ കണക്ക്. അതായത് അത് എല്ലാവർക്കും അത് ബാധകമല്ല. അതായത് ചില സ്ഥലത്ത്, അതായത് ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ഒരു ദിവസം ലീവാണെങ്കിൽ നാളെ തമിഴ്നാട്ടിലായിരിക്കും ലീവ്, അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ആന്ധ്രാപ്രദേശിലായിരിക്കും ലീവ്. അപ്പൊ എല്ലാം കൂടെ അത് സ്പ്ലിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അത് എല്ലാവരും ഒരുമിച്ചെടുക്കില്ല. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ പോകാൻ, ഈ മാസം ബാങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ബാങ്ക് അവധിയെന്ന് അറിഞ്ഞ് ആ ദിവസം പോകാതെ ബാക്കി ദിവസം പോകാൻ ശ്രമിക്കുക. നിങ്ങൾ പോകുന്നതിന് മുന്നേ തലേന്ന് ബാങ്കിൽ വിളിച്ച് ചോദിക്കുക നാളെ ബാങ്ക് ഓപ്പൺ ആണോ ഇല്ലയോ എന്ന്. അത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം പോകുക, അല്ലെങ്കിൽ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആ ഒരു യാത്രാ ചെലവും വെറുതെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അഞ്ചാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് LPG ഗ്യാസ് പ്രൈസ്. എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒക്കെ ന്യൂസ് കാണുന്നുണ്ട്. ഇപ്പോൾ 6 രൂപ കൂടിയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഞാൻ 6 രൂപ കൂടിയെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ പാചകവാതകത്തിന് വില കൂടിയിട്ടില്ല. കൊമേഴ്ഷ്യൽ സിലിണ്ടറിനാണ് 6 രൂപ വില കൂടിയിരിക്കുന്നത്. അതായത് ഇത് കൊമേഴ്ഷ്യലി സിലിണ്ടേഴ്സ് ഉപയോഗിക്കുന്നവർക്കാണ് ഇത് ബാധകമാകുന്നത്. സാധാരണ വീട്ടമ്മമാർക്ക് നമ്മൾക്കൊന്നും ഇത് ബാധകമാകില്ല. നമ്മൾ സാധാരണ സിലിണ്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, അവർക്കൊന്നും ഈ ഒരു വില കൂടിയത് ബാധകമല്ല. നമ്മൾ നോർമലി വീട്ടിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഡൊമസ്റ്റിക് ഗ്യാസ് സിലിണ്ടറിന് കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റ് മുതൽ വില കൂടിയിട്ടില്ല. ഇനിയും കൂടരുതെന്ന് ആർക്കും ആഗ്രഹമില്ല. പക്ഷേ കുറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ഒരു അപ്ഡേഷൻ ആണ്. ആറാമതായി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ട്രെയിൻ ജനറൽ ടിക്കറ്റ് അപ്ഡേഷൻ. ഈ ഒരു അപ്ഡേഷൻ ട്രെയിനിൽ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതെന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ എല്ലാവരും മഹാകുംഭമേള ന്യൂസിലും എല്ലാം ഒരു ഹോട്ട് ടോപ്പിക് ആയിരുന്നു. നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ ഒരു ട്രെയിനിലെ അവസ്ഥ. ട്രെയിനിന്റെ യാത്രക്കിടയിൽ തന്നെ കുറെ ആളുകൾ മരിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തിൽ നിന്ന് പുതിയൊരു നയം വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ട്രെയിനിനകത്തുണ്ടായിരുന്ന ആളുകൾ ട്രെയിനിനെ നശിപ്പിക്കുകയും, അതായത് കണ്ണാടി പൊട്ടിക്കുകയും അവിടെ എല്ലാം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആൾക്കാർക്കും, അതായത് ഇത്തരത്തിലുള്ള ഈ ഒരു അക്രമങ്ങൾ അവസാനിപ്പിക്കാനും വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കൂടുതൽ അക്രമങ്ങൾ, അതായത് ഈ ട്രെയിനിൽ ഉണ്ടാകുന്ന ഈ അക്രമങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് ഈ ജനറൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആ ഒരു ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഇത്തരത്തിലുള്ള കൂടുതൽ മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത്ര നാളും ഈ ഒരു ജനറൽ ടിക്കറ്റ് എടുക്കുമ്പോഴുള്ള ഒരു റൂൾ എന്ന് പറയുമ്പോൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ജനറൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ ആ ജനറൽ ടിക്കറ്റിൽ ഉണ്ടാകുന്നത് ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം എന്ന് ആ റെയിൽവേ സ്റ്റേഷന്റെ പേര് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ട്രെയിനിന്റെ പേരൊന്നും ഉണ്ടാകില്ല. ഈ ടിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ഏത് ട്രെയിനിൽ വേണമെങ്കിലും യാത്ര ചെയ്യാം എന്നായിരുന്നു
എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നിയമം. പക്ഷെ ഇതിലൂടെ സംഭവിക്കുന്നത് വളരെ ഈസി ആയിട്ട് എനിക്ക് വേണമെങ്കിൽ ഇന്ന് വേണമെങ്കിൽ ഈ ട്രെയിനിൽ പോകാം, അല്ലെങ്കിൽ നാളെ വേണമെങ്കിൽ ടിക്കറ്റ് ഉപയോഗിച്ച് മറ്റൊരു ട്രെയിനിൽ വേണമെങ്കിൽ പോകാം. അപ്പോൾ അതിലൊരു ക്രെഡിബിലിറ്റി ഇല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അതുവഴി പോകുന്ന ആ ട്രെയിനിൽ ഈ ഒരു ടിക്കറ്റ് ഉപയോഗിച്ച് കയറാവുന്നതാണ്. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഇനി ജനറൽ ടിക്കറ്റിൽ നിങ്ങൾ കയറാൻ പോകുന്ന ട്രെയിനിന്റെ പേരും ഉണ്ടാകും. അതായത് നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റ് ഉപയോഗിച്ച് ആ ഒരു ട്രെയിനിൽ മാത്രമേ കയറാൻ സാധിക്കുകയുള്ളൂ. നോർമലി നമ്മളൊരു ജനറൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ റൂട്ട് പോകുന്ന ഏത് ട്രെയിനിൽ വേണമെങ്കിലും നമുക്ക് കയറാമായിരുന്നു. ഇനി അങ്ങനെ സാധിക്കില്ല. നിങ്ങൾ ഏത് ട്രെയിനിന് വേണ്ടിയാണോ ടിക്കറ്റ് എടുത്തത് ആ ഒരു ട്രെയിനിൽ മാത്രമേ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഒരു തവണ നിങ്ങൾ ജനറൽ ടിക്കറ്റ് വാങ്ങുകയാണെങ്കിൽ 3 മണിക്കൂർ നേരം മാത്രമാണ് ആ ഒരു ടിക്കറ്റിന് വാലിഡിറ്റി ഉള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ആ ട്രെയിൻ ടിക്കറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ പുതിയ ടിക്കറ്റ് എടുക്കേണ്ടി വരും. മാർച്ച് മാസത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 6 അപ്ഡേഷനുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾ ഇതിലേതെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യുക. കാരണം മാർച്ച് 15-ന് ലാസ്റ്റ് ഡേറ്റ് ആയ EPFO നിങ്ങളുടെ ആ ഒരു അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 7 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് നഷ്ടമാകാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യുക. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളാണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.